ചെയ്യുക. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധി വിനോദ് നമ്മോടൊപ്പം ചേരുകയാണ്. വിനോദ്, ഇപ്പോൾ മൂന്നാമത്തെ ദിവസം തെരച്ചിൽ തുടങ്ങി മൂന്നാമത്തെ ദിവസം ഒരു വലിയ ഡെവലപ്മെന്റ് എന്ന് തന്നെ നമുക്ക് പറയണം. പരിശോധനയിൽ ഇപ്പോൾ നിർണായകമായ തെളിവുകൾ കണ്ടെത്തുന്നു, അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു. ഏത് രീതിയിലാണ് താങ്കൾ ഇതിനെ കാണുന്നത്? തെരച്ചിൽ ശരിയായ ദിശയിൽ തന്നെ പോകുന്നു. 2 ദിവസം ഒന്നും കണ്ടെത്താനായില്ല എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, കുഴിച്ചെടുക്കുന്നു സത്യങ്ങൾ എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തണം, അല്ലേ? പ്രധാനപ്പെട്ടത് ഈ വെളിപ്പെടുത്തിയ സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വളരെ ജെന്യൂൻ ആണ് എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതേ വിശ്വാസം തന്നെയാണ് കർണാടകയിലെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അധികാരികളും വെച്ചു പുലർത്തിയത്. ഏതാണ്ട് 17 മണിക്കൂർ അദ്ദേഹത്തെ പോലീസ് അധികാരികൾ തുടർച്ചയായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 1000-ലധികം വരുന്ന വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അവിടെ ധർമ്മസ്ഥലയിൽ ഈ പറയുന്ന ഐഡന്റിഫൈ ചെയ്ത 10-14 സ്പോട്ടുകളിൽ ബന്ധപ്പെടുകയും അവിടെ എക്സ്ഹ്യൂമിംഗ് പ്രോസസ് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏർപ്പെടുത്തിയ SITയും ആ SIT നടത്തുന്ന പ്രവർത്തനങ്ങളും അതിന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടും അതിന് വിശ്വാസത്തിലെടുത്തുകൊണ്ടും തന്നെയാണ് മുന്നോട്ട് പോയത്. അവിടെ ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരും അവരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അവരും അതിനെ വളരെയധികം വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ 2 ദിവസം വന്നില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. ചില കാര്യങ്ങൾ വെളിപ്പെടുകയുണ്ടായി. പക്ഷേ അത് കൃത്യമായി അവിടെ പിന്നെ അവിടുത്തെ SITയുടെ തലവനായിട്ടുള്ള DGP അത് കർശനമായി നിർദ്ദേശം കൊടുക്കുകയും ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്കറിയാം ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി അവിടുത്തെ അന്വേഷണ കമ്മിറ്റി അല്ലെങ്കിൽ SIT അതിന് ഉൾക്കൊള്ളുന്നു. വലിയ തോതിൽ ഇതിന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് അവിടെ നിന്ന് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള സമീപനമാണ് അവിടുത്തെ അന്വേഷണ വിഭാഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. അവരുടെ ആത്മാർത്ഥതയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. അത്തരത്തിൽ വലിയ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും പുറത്തുനിന്നൊക്കെ ഉണ്ടായിട്ട് പോലും അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന SITയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ഈ പറയുന്ന സാക്ഷിക്ക് 183 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ള പിന്നെ ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായും ശരിയാണ് എന്ന വിശ്വാസത്തിലാണ് SIT ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി വെളിപ്പെടുത്തിയ എല്ലാ ഭാഗത്തും അന്വേഷണം വ്യാപകമായി നടത്തും, എല്ലാ അർത്ഥത്തിലും നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് SIT മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ ഘട്ടത്തിൽ SITയുടെ പ്രവർത്തനത്തെ വിശ്വാസത്തിലെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുന്നു, കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ തോതിലുള്ള ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്നാണ് കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, വളരെ നന്ദി വിനോദ്. ആക്ഷൻ കമ്മിറ്റി അംഗമാണ്. നമുക്ക് തീർച്ചയായും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വിനോദിലേക്ക് വീണ്ടും എത്താം. ഏതായാലും തിരച്ചിൽ തുടങ്ങി 3ാമത്തെ ദിവസമാണ്. നിർണായക തെളിവുകൾ കണ്ടെത്താനാകുന്നത്. ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. അത് പുരുഷന്റേതാണോ എന്ന് സംശയിക്കുന്നു. ഏതായാലും ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. കുഴിച്ചെടുക്കുകയാണ് സത്യങ്ങൾ.